ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊൽക്കത്തയിലെ നിയമവിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസില് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. DVRും പ്രതികളുടെ മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കൂട്ടബലാത്സംഗം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൽക്കട്ട ഹൈക്കോടതിയില് പൊതുതാൽപര്യ ഹർജി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസില് 1.5 മിനിറ്റ് ദൃശ്യമാണ് മുഖ്യപ്രതി മനോജിത് മിശ്രയുടെ ഫോണിലുള്ളത്. പെൺകുട്ടിയെ വലിച്ചിഴച്ച് ഗാർഡ് റൂമിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം ലോ കോളേജിന്റെ CCTVയിലും പതിഞ്ഞിട്ടുണ്ട്. 7 CCTV ക്യാമറകളുടെ DVRും പ്രതികൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകളുമാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിലവിലുള്ള പണിമുടക്കുന്ന എക്സ്റേ മെഷീന് പകരം നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവുമധികം ഇമേജുകൾ എടുക്കാൻ കഴിയുന്ന ഡിജിറ്റൽ റേഡിയോഗ്രാഫി സിസ്റ്റം അനിവാര്യമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. സർക്കാർ ആശുപത്രികളിലെ പ്രതിസന്ധിക്ക് കാരണം സ്വകാര്യ ലോബികളെന്ന് KC വേണുഗോപാൽ. ആരോഗ്യവകുപ്പിനെതിരെയുള്ള കോൺഗ്രസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്പർ 1 കേരളമെന്ന് പിണറായി വിജയൻ വീമ്പ് പറയുന്നു. പിണറായി സർക്കാരിന്റെ മുഖമുദ്രയാണ് കുടിശ്ശിക. എല്ലാ മേഖലയിലും കുടിശ്ശികയാണ്. മരുന്നിന് പോലും പണം നൽകുന്നില്ല. ധനകാര്യ മന്ത്രി യഥാർത്ഥ വസ്തുത മറച്ചുവെച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാല് സിനിമയിലേക്ക്. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായികയായാണ് വിസ്മ എത്തുന്നത്. ചിത്രത്തിന്റെ പേരും ആശീർവാദ് സിനിമാസ് പ്രഖ്യാപിച്ചു. തുടക്കം എന്നാണ് ചിത്രത്തിന്റെ പേര്. ആശീർവാദ് സിനിമാസിന്റെ ബാനറില് ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ 37ാം ചിത്രമാണ് ഇത്. മകൾക്ക് ആശംസയുമായി നടൻ മോഹൻലാൽ രംഗത്തെത്തി. പ്രിയപ്പെട്ട മായക്കുട്ടി, നിന്റെ തുടക്കം സിനിമയോടുള്ള ആജീവനാന്ത പ്രണയത്തിന്റെ ആദ്യപടിയാകട്ടെ എന്ന് മോഹൻലാൽ കുറിച്ചു. കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞു സിനിമയായിരിക്കും ഇത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടല് ദുരിതബാധിതർക്ക് 30 വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് സാമ്പത്തിക ദുരുപയോഗം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനം പാലിച്ചില്ലെന്നും പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ ദുരുപയോഗം ചെയ്തു എന്നും പരാതിയിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുല് മാങ്കൂട്ടത്തില് വൈസ് പ്രസിഡന്റ് അഭിന് വർക്കി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്കെതിരെയാണ് പരാതി. കോലഞ്ചേരി സ്വദേശിനിയാണ് കൊച്ചി സെൻട്രല് പോലീസില് പരാതി നൽകിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം കാട്ടിയ യുവാവ് അറസ്റ്റില്. പെൺകുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിചയപ്പെടുകയും കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇൻസ്റ്റഗ്രാം വഴി ബന്ധപ്പെടുകയും ചെയ്ത ഇയാൾ അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിലൂടെ കുട്ടിക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തില് നെടുമ്പ്രം പൊടിയാടി സ്വദേശി സഞ്ജയ് S. നായരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സഞ്ജയ് കഴിഞ്ഞ ഡിസംബറില് മാതാപിതാക്കള് അറിയാതെ കുട്ടിയെ കാറിൽ കയറ്റി തടിയൂരുള്ള അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോവുകയും കടന്നുപിടിച്ച് ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഹാരിസ് ഹസന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഹാരിസിന്റെ പ്രതികരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുവന്ന വാർത്തയിലെ വ്യക്തി തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ നല്ല അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്ന, അഴിമതി തീണ്ടാത്ത, ആത്മാർത്ഥതയോടെ ജോലിയെടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അത്തരം ഒരാള് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി. അത് അദ്ദേഹം ഉദ്ദേശിച്ചുണ്ടോ എന്നറിയില്ല. ഇത് നമ്മുടെ മുന്നിലെ അനുഭവ പാഠമായിരിക്കണം. എല്ലാ കാര്യവും പൂർണ്ണമായിരിക്കുമെന്ന് ആർക്കും പറയാന് കഴിയില്ല, മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്.